അത്യന്തം ഹൃദയഭേദകമാണ് അവിടുത്തെ രംഗം. പ്രത്യേകിച്ച് ബാപ്പാൻ്റെ സംസാരം കേട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഏതൊരമ്മയ്ക്കും കേട്ട് നിൽക്കാൻ കഴിയില്ല. അത്രയ്ക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പം പോലും നമ്മൾ പ്രയാസപ്പെടുന്നുണ്ടല്ലോ. ഓരോ ന്യൂസ് കേൾക്കുമ്പോഴും കണ്ണീരോടല്ലാണ്ട് നമുക്ക് ഈ വിവരങ്ങളൊന്നും കേൾക്കാനും കാണാനും കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിമൻ ജസ്റ്റിസിൻ്റെ പ്രവർത്തകർ ഇന്ന് വീട് സന്ദർശിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ എത്തിയതും. ഇത് എന്താ പറയുക, നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് ഹൃദയഭേദകമാണ് ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ. ഇത് മെഞ്ഞാന്ന് കേട്ടു, അതിനുശേഷം നമ്മൾ എത്ര ന്യൂസ് കേട്ടു. പക്ഷേ ഈ ഒരു സംഭവങ്ങൾ ഇപ്പം കലാലയങ്ങളിലാണ്, സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികവും മക്കൾ തമ്മിൽ എന്താ പറയുക, വെട്ടിക്കൊല്ല് തന്നെയാണ് ഇപ്പം നിരന്തരം. നമ്മൾ ഈ മാസത്തിൽ തന്നെ എത്രയോ കേസ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഒരു സ്വബോധമുള്ള കുട്ടിയൊക്കെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു സ്വബോധമുള്ള ഒരു കുട്ടി